നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് റിയൽമി ഏറ്റവും പുതുതായി പുറത്തിറക്കിയിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അതായത് റിയൽമിയുടെ 4K ഗൂഗിൾ TV സ്റ്റിക്ക്. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ആദ്യം പറഞ്ഞു തരാം. അതായത് നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ TV കാണും. അത്തരം സാധാരണ TVയെ ഒരു സ്മാർട്ട് TV ആക്കി മാറ്റാൻ സാധിക്കും. ഇനി അതുമല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള TV ഫുൾ HD റെസൊല്യൂഷനോ അല്ലെങ്കിൽ HD റെസൊല്യൂഷനോ ഒക്കെ ഉള്ള TV ആണെങ്കിൽ അത്തരം TVകളെ നമുക്ക് ഈ ഒരു TV സ്റ്റിക്ക്, ഈ ഒരു ഗൂഗിൾ TV സ്റ്റിക്ക് കൂടി ഉണ്ടെങ്കിൽ അത്തരം TVകളെ ഒരു 4K TV ആക്കി മാറ്റാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് പരിശോധിക്കാം റിയൽമിയുടെ 4K സ്മാർട്ട് ഗൂഗിൾ TV സ്റ്റിക്കിന്റെ വിശേഷങ്ങൾ. ഈ കാണുന്ന TV സ്റ്റിക്കിന്റെ സൈസ് ഇത്രയേ ഉള്ളൂ എങ്കിലും ഇതിന്റെ സ്പെസിഫിക്കേഷൻ കേട്ടാൽ ഇന്ന് വരുന്ന ഏതൊരു മികച്ച സ്മാർട്ട് TVയെക്കാളും മികച്ച ഒരു സ്പെസിഫിക്കേഷൻ തന്നെയാണ് നൽകിയിരിക്കുന്നത്. 2GB RAM ആണ് ഈ ഒരു TV സ്റ്റിക്കിന് റിയൽമി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച ഒരു പെർഫോമൻസ് ഉണ്ട്. മാത്രമല്ല ഇതിനകത്ത് 8GB ROM നൽകിയിട്ടുണ്ട്. ഇന്റേണൽ മെമ്മറി 8GB നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ചെറിയ ചെറിയ ഗെയിമുകളൊക്കെ വേണമെങ്കിൽ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും. ഒരു റിയൽമി TV സ്റ്റിക്കിനോടൊപ്പം തന്നെ വരുന്ന HDMI അഡാപ്റ്റർ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു HDMI അഡാപ്റ്ററിൽ നമ്മൾ ഇതുപോലെ ഈ ഒരു റിയൽമി TV സ്റ്റിക്ക് ഇതുപോലെ കണക്ട് ചെയ്യുക. ഈ ഒരു എൻഡ് നമുക്ക് ടിവിയുടെ ബാക്കിൽ HDMI പോർട്ടിൽ കണക്ട് ചെയ്യണം. അപ്പോൾ ഇത് കുറച്ച് കൺവീനിയന്റ് ആയിട്ട് ഇത്തരത്തിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു HDMI അഡാപ്റ്റർ കേബിൾ കൂടെ നൽകിയത്. ഇനി അതല്ല, ടിവിയിൽ ഡയറക്റ്റ് വേണമെങ്കിൽ ഇങ്ങനെയും പ്ലഗ് ഇൻ ചെയ്യാം, HDMI പോർട്ടിലേക്ക് നേരിട്ട് പ്ലഗ് ഇൻ ചെയ്യാം. പക്ഷേ അവിടെ പലപ്പോഴും ടിവിയുടെ ബാക്കിൽ നല്ല സ്പേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു കേബിൾ കൂടി, ഒരു അഡാപ്റ്റർ HDMI അഡാപ്റ്റർ കേബിൾ കൂടി ഇവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു റിയൽമി TV സ്റ്റിക്ക് നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്യുമ്പോൾ കാണുന്ന ഒരു യൂസർ ഇന്റർഫേസ് ഇത്തരത്തിലായിരിക്കും. അതായത് ഒരു ഗൂഗിളിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഗൂഗിൾ TV OS ആയിട്ടുള്ള ഒരു ഗൂഗിൾ TVയുടെ ഒരു ഇന്റർഫേസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് TV ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ നമുക്ക് ഇതിനകത്തൂടെ ലഭിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് തന്നെ പറയട്ടെ. കൂടാതെ HDR10+ സപ്പോർട്ടും ഈ ഒരു റിയൽമി TV സ്റ്റിക്കിലുണ്ട്. അപ്പോൾ HDR10+ സപ്പോർട്ടുള്ള വിഷ്വലുകൾ നമുക്ക് ടിവിയിൽ നിന്ന് ഈ ഒരു റിയൽമി TV സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ ഇതിനകത്ത് ഗൂഗിൾ അസിസ്റ്റന്റിന്റെ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനോടൊപ്പം വരുന്ന റിമോട്ട് നേരത്തെ കാണിച്ചതാണ്. ഈ ഒരു റിമോട്ടിനകത്ത് നമുക്ക് ഗൂഗിൾ അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ബട്ടൺ ഉണ്ട്, കണ്ടില്ലേ? ഈ ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വോയിസ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഏതെങ്കിലും യൂട്യൂബിലൊക്കെ ഇപ്പോൾ എൻ്റെ തന്നെ വീഡിയോ കാണണമെങ്കിൽ ഓക്കെ ഗൂഗിൾ പ്ലേ ജയരാജീനാഥ് വീഡിയോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബിൽ അത്തരം വീഡിയോകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ആയിട്ട് വരുന്ന ആപ്ലിക്കേഷൻ നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്, ഹോട്ട്സ്റ്റാർ, പ്രൈം വീഡിയോ, Z5, വൂട്ട്, MX പ്ലെയർ, ഇങ്ങനെ നിരവധി, ഈവൻ ആപ്പിൾ TV വരെ ഇതിനകത്ത് ആൾറെഡി ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. അവർക്ക് ഇതിൻ്റെയൊക്കെ സബ്സ്ക്രിപ്ഷൻ നമ്മൾ സെപ്പറേറ്റ് എടുക്കേണ്ടതാണ്. പിന്നീട് ഇതിനകത്ത് ഇത്തരമുള്ള ഷോ റെക്കമെൻഡേഷൻസ് ഉണ്ട്, പോപ്പുലർ ഷോസ്, അതുപോലെ ടോപ്പ് ബോളിവുഡ് ഫിലിംസ്, ഇതെല്ലാം നമുക്ക് ഇത്തരത്തിൽ റെക്കമെൻഡ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ യൂട്യൂബിന്റെ ആ ഒരു കാഴ്ചയുടെ രീതി അനുസരിച്ചുള്ള റെക്കമെൻഡഡ് വീഡിയോസ് ഇതുപോലെ യൂട്യൂബിൽ നിന്ന് വരുന്നുണ്ട്. ബിൽറ്റ് ഇൻ ക്രോംകാസ്റ്റ് സപ്പോർട്ടും ഈ ഒരു TV സ്റ്റിക്കിൽ നൽകിയിട്ടുണ്ട്. അതായത് നമ്മുടെ സ്മാർട്ട് ഫോണിലെ കണ്ടന്റുകൾ ഈ ഒരു റിയൽമി TV സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ടിവിയിലേക്ക് കാസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഫോണിനകത്തുള്ള ഫോട്ടോസ്, വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ വലിയ ടിവിയുടെ സ്ക്രീനിൽ കാണുന്നതിനും ഈ ക്രോംകാസ്റ്റ് എന്ന ഫീച്ചർ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ എന്തുകൊണ്ടും ഗൂഗിളിന്റെ ലേറ്റസ്റ്റ് വെർഷനിലാണ് നമുക്ക് ഇത് കാണാൻ സാധിക്കുക. അതുപോലെ ആപ്ലിക്കേഷൻ ടാബിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇൻസ്റ്റാൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ ഇവിടെ കാണാം. പുതിയ പുതിയ ആപ്ലിക്കേഷന്റെ റെക്കമെൻഡേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ലൈബ്രറിയിലേക്ക് വന്നാൽ നമുക്ക് ഇവിടെ ഓരോ പ്രോഗ്രാമുകൾ ആഡ് ചെയ്തിടാൻ സാധിക്കും. അതുപോലെ സെർച്ച് ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. ഓർക്കുക, നിങ്ങൾ ഈ ഒരു TV സ്റ്റിക്ക് നിങ്ങളുടെ ടിവിയിൽ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങളുടെ ടിവിയിൽ ഇത്തരത്തിൽ HDMI കണക്ട് ചെയ്യാൻ സാധിക്കുന്ന പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ HDMI പോർട്ടുള്ള സാധാരണ TV, ഒരു സ്മാർട്ട് അല്ലാത്ത സാധാരണ LED TV അല്ലെ LCD TV ഒക്കെ പഴയ TV നമ്മൾ വാങ്ങിയതുണ്ടെങ്കിൽ അത് HDMI പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ 4K TV ആക്കി മാറ്റാം. അതല്ല നിങ്ങളുടെ കയ്യിൽ ഒരു ഈ പറഞ്ഞ പോലെ ഒരു HD റെസൊല്യൂഷൻ മാത്രമുള്ള TV അല്ലെങ്കിൽ ഒരു ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ മാത്രമുള്ള ഒരു TV, അതിലൊക്കെ ഈ ഒരു HDMI പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ 4K ആക്കാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആൾറെഡി ഒരു 4K TV ഉണ്ടെങ്കിൽ ഒരിക്കലും ഇതിന്റെ ആവശ്യം വരുന്നില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. ഈ ഒരു TVക്കകത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആൻഡ്രോയിഡിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ ആയിട്ടുള്ള ആൻഡ്രോയിഡ് TV OS വെർഷൻ 11 ആണ് ഈ ഒരു ടിവിയിൽ ഇതുപോലെ നൽകിയിരിക്കുന്നത്. അതും ഒരു വലിയ നേട്ടമായിട്ട് തന്നെ എടുത്തു പറയട്ടെ. ആക്ച്വലി ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ഈ ഒരു TV എന്ന് പറയുന്നത് റിയൽമിയുടെ TV അല്ല, വേറൊരു ബ്രാൻഡിന്റെ TV ആണ്. ഇത് 4K TV അല്ല, ഇതൊരു ഫുൾ HD പ്ലസ് TV ആണ്. സാധാരണ രീതിയിൽ ഈ ഒരു ടിവിയിൽ യൂട്യൂബ് എടുത്താൽ ഒരിക്കലും ഫുൾ HD പ്ലസ് റെസൊല്യൂഷന്റെ അപ്പുറത്തേക്ക് പോകില്ല. പക്ഷേ ഇവിടെ നമുക്ക് ഈ ഒരു റിയൽമി TV സ്റ്റിക്ക് കണക്ട് ചെയ്ത് ആ ഒരു യൂസർ ഇന്റർഫേസിൽ നിന്ന് വീഡിയോകൾ പ്ലേ ചെയ്യുന്നത് കൊണ്ടാണ് 2160 റെസൊല്യൂഷനിൽ 60pയിൽ നമുക്ക് ഇതുപോലെ HDR വീഡിയോകൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത്രയും ഒരു റെസൊല്യൂഷൻ നമുക്കിപ്പോൾ ഈ ഒരു റിയൽമി TV ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലൊരു ബോക്സിനകത്താണ് റിയൽമിയുടെ ഗൂഗിൾ TV സ്റ്റിക്ക് വരുന്നത്. റിയൽമി 4K സ്മാർട്ട്
ഗൂഗിൾ ടി വി സ്റ്റിക്ക്, അതുപോലെ ഹേ ഗൂഗിൾ വോയിസ് അസിസ്റ്റന്റ് സപ്പോർട്ട് ഉണ്ട് എന്നും കാണിക്കുന്നുണ്ട്. ഇത് ഫ്ലിപ്കാർട്ടിന്റെ ബിഗ് ബില്യൺ ഡേ സ്പെഷ്യൽ ആയിട്ട് പുറത്തിറക്കിയ ഒരു പ്രോഡക്റ്റ് കൂടിയാണ്. ഗൂഗിൾ ടി വി ആണ്, റിയൽമിയുടേതാണ് എന്നെല്ലാം കാണിക്കുന്നു. ഇവിടെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസും പ്രൈസിംഗും കാണിക്കുന്നു. ഈ ഒരു ബോക്സിനകത്ത് ഇതുപോലെ ചാർജിങ് കേബിൾ കൊടുത്തിട്ടുണ്ട്. അത് മൈക്രോ USB ചാർജിങ് കേബിൾ ആണ് നൽകിയിരിക്കുന്നത്. പിന്നീടുള്ളത് നമ്മുടെ ടി വി സ്റ്റിക്കാണ്. പിന്നെ ഒരു HDMI to HDMI ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. HDMI to HDMI ആണെങ്കിലും ഒന്ന് ഫീമെയിലും ഒന്ന് മെയിൽ പോർട്ടുമാണ്, അത് കൊടുത്തിട്ടുണ്ട്. പിന്നീടുള്ളത് ഇതിന്റെ ഒരു റിമോട്ടാണ്. അപ്പോൾ ഒരു സാധാരണ റിയൽമി ടി വിയോടൊപ്പം വരുന്ന സെയിം ടൈപ്പ് റിമോട്ട് തന്നെയാണ് ഈ ഒരു റിയൽമി ടി വി സ്റ്റിക്കിനോടും കൊടുത്തിരിക്കുന്നത്. സെയിം ഡിറ്റോ റിമോട്ട്. ഇത് റിയൽമിയുടെ ടി വിയോടൊപ്പം വന്നിട്ടുള്ള റിമോട്ടാണ്. സെയിം ടൈപ്പാണ് ഈ ഒരു റിമോട്ട്. പിന്നീടുള്ളത് ഇതിന്റെ ഒരു യൂസർ മാനുവൽ, 2 AAA ബാറ്ററി, അതുപോലെ ഇതിന്റെ ചാർജിങ് അഡാപ്റ്റർ. ക്വാഡ് കോർ CPU ആണ്, അത്തരം ഒരു പ്രോസറാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ ഡ്യുവൽ കോർ GPU ഈ ഒരു റിയൽമിയുടെ ടി വി സ്റ്റിക്കിനകത്ത് നൽകിയിട്ടുണ്ട്. ഈ ടി വി സ്റ്റിക്ക് ഉപയോഗിച്ചാൽ നമുക്ക് മാക്സിമം 4K റെസൊല്യൂഷനിൽ 60 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ നമുക്ക് നമ്മുടെ ടി വിയിലൂടെ ആസ്വദിക്കാൻ സാധിക്കും എന്നുള്ളതും പ്രത്യേകതയാണ്. ഇനി ഇതിനോടൊപ്പം ഒരു പവർ കേബിൾ നമ്മൾ കണ്ടിരുന്നു. ആ പവർ കേബിൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് പവർ അപ്പ് ചെയ്യണം. ഇതിനകത്തേക്ക് നമ്മൾ ഫോണൊക്കെ ചാർജ് ചെയ്യുന്ന പോലെ ഇതിലേക്ക് ചാർജ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം ഈ ഒരു കേബിൾ ഇത്തരത്തിൽ ഈ ഒരു റിയൽമി ടി വി സ്റ്റിക്കിലേക്ക് കൊടുത്ത് ഇതിനകത്ത് പവർ അപ്പ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു വൈറ്റ് LED ലൈറ്റ് നമുക്ക് ഇതിനകത്ത് കാണാം. അതിനുശേഷം ടി വിയുടെ HDMI പോർട്ടിലേക്ക് ഇതുപോലെ ഈ ഒരു ഭാഗം ഇതുപോലെ കണക്ട് ചെയ്യുക. അപ്പോൾ അടുത്തായിട്ട് ഇതിന്റെ ഒരു പ്രൈസിംഗ് ആണ് 3999 രൂപയ്ക്കാണ് ഈ ഒരു റിയൽമി ടി വി സ്റ്റിക്കിനെ റിയൽമി വിൽക്കുന്നത്. ആർക്കാണ് ഇത് സ്യൂട്ട് ആവുക എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ വീട്ടിൽ ഒരു HD TV ആണ്, അല്ലെങ്കിൽ ഒരു ഫുൾ HD പ്ലസ് TV ആണ്. അത്തരം ടിവികളെ നിങ്ങൾക്ക് 4Kയിലേക്ക് മാറ്റണമെങ്കിലോ, അതല്ലെങ്കിൽ സാധാരണ ഒരു LED TV അല്ലെങ്കിൽ ഒരു LCD TV മാത്രമാണ്, സ്മാർട്ട് TV അല്ല, അത്തരം ടിവികളെ സ്മാർട്ടാക്കി മാറ്റണമെങ്കിൽ ഈ ഒരു ഡിവൈസ് നമുക്ക് ഉപയോഗിക്കാം. ഓർക്കുക, നിങ്ങളുടെ ടിവിയിൽ HDMI പോർട്ട് ഉണ്ടായിരിക്കണം. അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഡിവൈസ് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിന്റെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.